ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ പാർട്ടിയിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 32ാമത്തെ പാർട്ടാണ്. ഓഫീസുള്ളതിനാൽ പാർവണിയും രേവതിയും രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബസ്സിലാണ് അവർ തൃശ്ശൂരിലേക്ക് വന്നത്. വീട്ടിലെത്തിയതും വേഗം റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന സമയം രേവതിയുടെ കണ്ണുകൾ ദേവയുടെ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് നീണ്ടിരുന്നു. പക്ഷേ അവിടെ ആരെയും കാണാത്തതിനാൽ അവളുടെ മുഖം മങ്ങിയിരുന്നു. അവരിരുവരും വേഗം തന്നെ ഓഫീസിലേക്ക് നടന്നു. ഓഫീസിലേക്ക് പോകാൻ ദേവ റെഡിയായി താഴേക്ക് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാനായി ശിവ ഡൈനിങ് ടേബിളിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. ദേവ കൂടെ വന്നതും അമ്മ അവർക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചു. ദേവയുടെ പ്ലേറ്റിലേക്ക് ദോശയും ചമ്മന്തിയും ഒഴിച്ചു കൊടുത്തു. ശിവയ്ക്ക് അവൻ സ്ഥിരം കഴിക്കാറുള്ള പാസ്ത കൊടുത്തു. നിനക്ക് മനുഷ്യന്മാര് കഴിക്കണ വല്ല ഭക്ഷണം കഴിച്ചൂടെ ശിവ? അവനും ഉണ്ട് അവൻ്റെ കുറേ പൂവും കായും ഇലയൊക്കെ ഉണ്ട്. ഇതൊക്കെ നീ എങ്ങനെയാ കഴിക്കണേ? ശിവ കഴിക്കുന്നത് കണ്ട് ദേവ അത്ഭുതത്തോടെ ചോദിച്ചു. നിനക്കെന്താ ദേവ, അവനിഷ്ടമുള്ള അവൻ കഴിക്കട്ടെ. അമ്മ ശിവയുടെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ ഇരുവരും ഓഫീസിലേക്ക് ഇറങ്ങി. ദേവയായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. ദേവ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നീ മറക്കണ്ട. രേവതിയോട് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ തുറന്നു പറയണം. വെറുതെ വെച്ച് നീട്ടണ്ട. ശിവ ദേവയെ നോക്കി പറഞ്ഞു. മറുപടിയായി ദേവ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ശിവ, ഞാൻ പറഞ്ഞ കാര്യം നീയും മറക്കരുത്. നീ ഒരു കാരണവശാലും നീ പാർവണ നിന്നെ കാലെന്ന് വിളിക്കുന്ന കാര്യം അവളോട് ചോദിക്കരുത്. കാരണം നീ അത് അവളോട് ചോദിച്ചാൽ രേവതി അതറിയും. അവൾ ഇന്നലെ എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞ അവക്ക്. ദേവ പകുതി പറഞ്ഞു നിർത്തി. സത്യത്തിൽ ഞാൻ ആ കാര്യം മറന്നിരിക്കുകയായിരുന്നു. നീയാണ് എന്നെ ഓർമ്മിപ്പിച്ചേ. എന്തായാലും നീ പേടിക്കണ്ട, ഞാൻ അവളോട് കാര്യത്തെക്കുറിച്ച് ചോദിക്കില്ല. ശിവ സീറ്റിലേക്ക് തല ചാരി വെച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം കണ്ണുകൾ അടച്ച് കിടന്നു. അപ്പോൾ ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാലം ഞാനായിരുന്നു. അപ്പോൾ അവളുടെ പ്രിയപ്പെട്ടവർ ഞാനും പെടുമോ? ശിവ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കണ്ണുകൾ തുറന്നു. സീറ്റിൽ നിന്ന് ഞെട്ടി എണീറ്റു. എന്താ ശിവ, എന്താ പറ്റിയേ? ദേവ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല, പെട്ടെന്ന് ഞാനെന്തോ ഓർത്തപ്പോൾ ചാടി എണീറ്റതാ. ശിവ അത് പറഞ്ഞു വീണ്ടും സൈറ്റിലേക്ക് ചാരിക്കിടന്നു. എന്നാലും ഞാൻ എങ്ങനെ അവളുടെ സ്പെഷ്യൽ പേഴ്സൺ എന്നാലും ഇഷ്ടപ്പെട്ടു? സത്യത്തിൽ ഞാൻ അവളുടെ ശത്രുവല്ല. പിന്നെന്താ അങ്ങനെ? ആവോ, എന്തെങ്കിലും ആയിട്ടെ, എനിക്കെന്താ? ശിവ സ്വയം പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു. അപ്പോഴേക്ക് ഓഫീസ് എത്തിയിരുന്നു. ദേവ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. അത് പറഞ്ഞ ശിവ കാറിൽ നിന്നിറങ്ങി. ദേവ കാറ് പാർക്ക് ചെയ്യാനായി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. ദേവയുടെ ക്യാബിനിൽ എത്തുമ്പോൾ ദേവ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ടേബിളിലുള്ള ഫയലുകളെല്ലാം ഒതുക്കി വെച്ച് തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. ശേഷം ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ദേവയുടെ ഇന്നത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാനായി തുടങ്ങി. അപ്പോഴായിരുന്നു ദേവ അവിടേക്ക് വന്നത്. അവൻ രേവതിക്ക് നിറഞ്ഞൊരു പുഞ്ചിരി നൽകി. അവളും തിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അത് പറഞ്ഞ് അവൻ തന്നെ ചെയറിൽ ചെന്നിരുന്നു. ശിവ പറഞ്ഞ പോലെ ഇവളോട് എൻ്റെ മനസ്സിലുള്ള എല്ലാം തുറന്നു പറയണം. ഇനി തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോഴുള്ള ഒരു അടുപ്പം കൂടി ഇല്ലാതാവോ? ദേവ രേവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആലോചിച്ചു. എന്താ സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവൻ്റെ കണ്ണു വെട്ടാതെയുള്ള നോട്ടം കണ്ട് രേവതി സംശയത്തോടെ ചോദിച്ചു. പക്ഷേ ചിന്തയിലിരിക്കുന്ന ദേവി ഇതൊന്നും അറിഞ്ഞില്ല. സാർ, രേവതി ടേബിളിൽ കൈ തട്ടിക്കൊണ്ട് വിളിച്ചപ്പോഴാണ് ദേവയും ചിന്തയിൽ നിന്ന് ഉണർന്നത്. എന്താ രേവതി, എന്താ കാര്യം? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അത് തന്നെ എനിക്കും ചോദിക്കാണല്ലേ. എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കണേ കണ്ടിട്ട് ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് സാറൊന്നും പറയണില്ല. അത് ഞാനൊരു മീറ്റിങ്ങിൻ്റെ കാര്യം അല്ല, ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം ആലോചിച്ചതാ. ദേവ ഒരു പതർച്ചയോടെ പറഞ്ഞു. മറുപടിയായി രേവതി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ ജോലിക്കിലേക്ക് തിരിഞ്ഞു. രാവിലത്തെ ബ്രേക്ക് ടൈം കഴിഞ്ഞ് രേവതി ക്യാബിനിലേക്ക് എത്തുമ്പോൾ ദേവ എങ്ങോട്ടോ പോവാൻ നിൽക്കുകയായിരുന്നു. രേവതി, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. തനിക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ?
ഒരു 1 hour അതിനുള്ളിൽ പോയി വരാം. ദേവ അവളെ നോക്കി പറഞ്ഞു. ഓക്കെ സാർ, രേവതി പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. അത് പറഞ്ഞ് ദേവ കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് നടന്നു. അവനും പിന്നാലെയായി രേവതിയും. 1 minute, ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞ് ദേവ ശിവയുടെ ക്യാബിനിലേക്ക് നടന്നു. ശിവ! ദേവ ഒരു ടെൻഷനോടെ ശിവയുടെ ക്യാബിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവൻ്റെ വരവ് കണ്ട് ശിവയൊന്ന് ഞെട്ടി. എന്താടാ നീ എന്തെങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചു വരുന്നത്? എന്താ കാര്യം? ശിവ ആകാംക്ഷയോടെ ചോദിച്ചു. എടാ, ഞാൻ രേവതിയോട് പറയാൻ പോവാ, പക്ഷേ ഇവിടെ വെച്ചല്ല, മറ്റൊരു സ്ഥലത്ത് വെച്ച്. എനിക്കെന്തോ ടെൻഷൻ പോലെ. ഇനി അവളെങ്ങാനും നോ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ശിവ? നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ദേവാ. എനിക്ക് തോന്നുന്നത് രേവതിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ്. അതുകൊണ്ടാണ് നീ ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്തോ. ഇനി അവൾ നോ എന്നാണ് പറയുന്നതെങ്കിലും നീ പേടിക്കണ്ട. കാരണം പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ നീ കുറച്ച് സമയം കൊടുത്താൽ മതി. ശരിക്കും ആലോചിച്ച് ഉത്തരം തരാൻ പറയാം, അതാണ് നല്ലത്. ശിവ ഉപദേശപൂർവ്വം അവനോട് പറഞ്ഞു. ശരിടാ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. ബെസ്റ്റ് ഓഫ് ലക്ക് മാൻ, ശിവ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. കണ്ണിറുക്കി കാണിച്ചു ദേവയെ നോക്കി. അത് കണ്ട് ദേവ അവനെ ഒന്ന് തുറച്ചു നോക്കിയെങ്കിലും ശേഷം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പോകാം, രേവതിയെ നോക്കി പറഞ്ഞുകൊണ്ട് ദേവ നേരെ വീട്ടിലേക്ക് പോയി. നമ്മളെങ്ങോട്ട് സാർ പോകുന്നേ? ഡ്രൈവിങ്ങിനിടയിൽ രേവതി സംശയത്തോടെ ചോദിച്ചു. കുറച്ച് സ്പെഷ്യലായ ഒരു സ്ഥലമാണ് ആ സ്ഥലം. തനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. ദേവ അത് പറഞ്ഞതും പിന്നീട് രേവതി ഒന്നും ചോദിക്കാൻ പോയില്ല. കാറ് കുറച്ച് മുന്നോട്ട് പോയതും സിറ്റിയുടെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞൊരു ഗ്രാമപ്രദേശത്തേക്ക് കടന്നു. റോഡിൻ്റെ ഇരുവശവും പാടവും നടുവിലൂടെ ഒരു ചെറിയ റോഡും. റോഡ് ചെന്ന് അവസാനിച്ചത് ഒരു വീടിൻ്റെ പടിപ്പുരയിലാണ്. ദേവ കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങി. രേവതി എന്ത് ചെയ്യണമെന്നറിയാതെ സംശയത്തോടെ കാറിൽ തന്നെ ഇരുന്നു. താനെന്താടെ കാറിനുള്ളിൽ തന്നെ ഇരിക്കണേ? പുറത്തേക്ക് ഇറങ്ങി വാ. ദേവ അത് പറഞ്ഞതും അവൾ ചെറിയൊരു മടിയോടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വയലിൽ നിന്നും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് അവരെ ഇരുവരെയും ഒന്ന് തഴുകി. വാ, അത് പറഞ്ഞ് ദേവ സ്റ്റെപ്പുകൾ കയറി പടിപ്പുര വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നതും ഉള്ളിലെ 4 കെട്ട് വീട് കണ്ട് രേവതിയുടെ കണ്ണുകൾ വിടർന്നു. തികച്ചും പരമ്പരാഗതമായി പണി കഴിപ്പിച്ച ഒരു 4 കെട്ട് വീടായിരുന്നു അത്. ദേവ മുന്നോട്ട് നടന്നതും രേവതിയുടെ കാലുകളും യാന്ത്രികമായി അവന് പിന്നാലെ ചലിച്ചു. പടിപ്പുര കടന്ന് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഒരു മുറ്റം. ആ മുറ്റത്തിന് നടുവിലായി ഒരു തുളസിത്തറ. ആ വീട് കാണുമ്പോൾ തന്നെ ഒരാൾ താമസമില്ലാത്തൊരു വീടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വീടും പരിസരവും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുന്നുമുണ്ട്. അവൾ ദേവയ്ക്കൊപ്പം മുന്നോട്ട് നടന്നു. രേവതി മുന്നോട്ട് നടക്കുന്നതോടൊപ്പം തന്നെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കി. നല്ല ഭംഗിയുള്ള 4 കെട്ട് വീട്. താഴത്തെ നിലയിൽ വിശാലമായ പൂമുഖം. തൂണുകളും തിണ്ണയും മരം കൊണ്ടുള്ള കൊത്തുപണികളും എല്ലാം കൊണ്ടും ആ വീട് മൊത്തത്തിൽ കാണാൻ വളരെ മനോഹരമായിരുന്നു. ദേവ കുറച്ച് മുന്നോട്ട് നടന്ന് കൈകൾ കെട്ടി വീട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. നമ്മളെന്തിനാ ഇവിടേക്ക് വന്നിരിക്കണേ? ഇതാരുടെ വീടാ? രേവതി സംശയത്തോട് ചോദിച്ചു. ഇത് ഞാൻ വാങ്ങിച്ച വീടാണ്. 1 മാസേ ആയിട്ടുള്ളൂ. ജപ്തിയുടെ വക്കീലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങി. ദേവ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ നമ്മളെന്തിനാ ഇവിടെ വന്നിരിക്കണേ? ഇതാരുടെ വീടാ? രേവതി സംശയത്തോട് ചോദിച്ചു. ഇത് ഞാൻ വാങ്ങിച്ച വീടാണ്. 1 മാസേ ആയിട്ടുള്ളൂ. ജപ്തിയുടെ വക്കീലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങി. ദേവ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ നമ്മളെന്തിനാ ഇവിടെ വന്നിരിക്കണേ? പറയാം, താൻ വാ. അത് പറഞ്ഞ് ദേവ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി. അവിടെ ചെറിയൊരു കുളവും അതിനോട് ചേർന്ന് ഒരു ചെറിയ മരവും നിൽക്കുന്നുണ്ട്. ദേവ അവിടേക്ക് നടന്ന് ആ മരത്തിൽ നിന്ന് ഒരു പൂ പറിച്ചു. ശേഷം അതൊന്ന് മണത്തു നോക്കി. ആ സമയം വീണ്ടും അവിടെ ഒരു കാറ്റ് തഴുകിപ്പോയി. അവിടെ ഒരു പ്രത്യേക മണം നിറഞ്ഞു നിൽക്കുന്ന പോലെ രേവതിക്ക് തോന്നി. അവൾ കണ്ണുകൾ അടച്ച് ആ മണം ഒന്നും കൂടെ നിശ്വസിച്ചു. ഇതെന്തോ ഒരു പ്രത്യേക മണം? രേവതി കണ്ണു തുറന്ന് സംശയത്തോടെ ചോദിച്ചു.
ഇത് പാരിജാതത്തിൻ്റെ മണമാണ്. അത് കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴുവൻ പടരും. ഒരു പ്രത്യേക മണമാണ് അല്ലേ? അത് പറഞ്ഞ് ദേവൻ മുന്നോട്ട് നടന്നു. അവൻ കുളപ്പടവിൽ ആയിരുന്നു. പാരിജാതോ? അതെന്താ? രേവതി വീണ്ടും സംശയത്തോടെ ചോദിച്ചുകൊണ്ട് ദേവയുടെ അരികിൽ വന്നിരുന്നു. അരികിൽ എന്ന് വെച്ചാൽ അത്ര അരികിലൊന്നല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ ദേവ മറുപടി പറയാതെ തൻ്റെ കയ്യിലെ പൂവ് അവൾക്ക് നേരെ നീട്ടി. രേവതി ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ദേവയെയും ആ പൂവിലേക്ക് മാറി മാറി നോക്കി. ഇതാണ് പാരിജാതം, ദേവ പൂവിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ അത് വാങ്ങിയൊന്ന് മണത്ത് നോക്കി. കുറച്ചു മുമ്പ് കാറ്റ് വീശിയപ്പോൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞ അതേ മണം. അവൾ ആ പൂവ് ഒന്നുകൂടെ മണത്തു. സാർ, നമ്മളിവിടേക്ക് വന്നതിന് കാരണം പറഞ്ഞില്ല. രേവതി മിണ്ടാതെ കുളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ദേവിയെ നോക്കി ചോദിച്ചു. തനിക്കിത് ആരുടെ വീടാണെന്നറിയോ? ദേവ കുളപ്പടവിൽ ഉള്ള ചെറിയ കല്ലുകളെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അവളില്ല എന്ന് ഉത്തരം നൽകി. ഇത് ഒരു കാലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വീടായിരുന്നു. ആരുടെ? അവൾ പോലും അറിയാതെ അവളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു. വൈദേഹി, മൈ എക്സ് ഗേൾ ഫ്രണ്ട്. ദേവ അവളെ നോക്കി പറഞ്ഞതും മനസ്സിൽ വല്ലാത്ത എന്തോ സങ്കടം നിറഞ്ഞു വന്ന പോലെ അവൾക്ക് തോന്നി. അതിൻ്റെ പ്രതിഫലനം എന്നോളം അവളുടെ മുഖം ഒന്ന് വാടിയിരുന്നു. വൈദേഹിയോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ MBAക്ക് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നെ പ്രണയമായി മാറി. പക്ഷെ അധികകാലമൊന്നും ഉണ്ടായിരുന്നില്ല. അവളൊരു അഗ്രഹാരത്തിലെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പഠിപ്പിക്കാനൊന്നും വീട്ടുകാർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടി അറിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാരെ എതിർത്തു. കോളേജിലേക്ക് പോലും വിടാണ്ടായി. പക്ഷേ അവൾ അവരെല്ലാം എതിർത്ത് എന്നോടൊപ്പം വരാമെന്നാണ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ എനിക്കതിന് കഴിഞ്ഞില്ല. പിന്നെ അച്ഛൻ്റെ മരണവും തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സും, അതിനിടയിൽ അവളെ കൂടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം പിരിയാൻ തന്നെ തീരുമാനിച്ചു. അവളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് കുട്ടികളായി. സന്തോഷമായിട്ട് കഴിയണു. അവൻ പറഞ്ഞു നിർത്തിയതും മറുഭാഗത്ത് രേവതി എന്ത് പറയണമെന്നറിയാതെ മൗനമായി തന്നെ ഇരുന്നു. നമുക്ക് പോവാം. അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ കാണാതെ പെട്ടെന്ന് തുടച്ചുകൊണ്ട് പറഞ്ഞു. താനിങ്ങനെ തിരക്ക് പിടിക്കാതെ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ദേവ അവളെ കുളക്കടവിലെ പടവിലേക്ക് തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. വൈദേഹി പോയത് പിന്നെ ഞാൻ വേറെ ആരെയും സ്നേഹിച്ചിരുന്നില്ല. എന്തോ അവളുടെ ആ വേർപാട് എനിക്കും വലിയ ഷോക്കായിരുന്നു. പിന്നെ ബിസിനസ് തിരക്ക്, അങ്ങനെ അവളെ പതിയെ മറന്നു. ഒപ്പം എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രണയം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദേവ പറയുന്നതെല്ലാം കേട്ട് രേവതി അവനെ തന്നെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ഏതാ പെൺകുട്ടി? രേവതി അവനെ നോക്കി ചോദിച്ചു. ഒപ്പം അവളുടെ ഹൃദയമെടുപ്പും വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇപ്പം എന്നെ എൻ്റെ കണ്ണി മുമ്പിൽ തന്നെയുണ്ട്. അത് പറഞ്ഞ് രേവതി ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയിരുന്നു. എനിക്കിങ്ങനെ സമയം സന്ദർഭമൊക്കെ നോക്കി പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ലൈഫ് ലോങ് താൻ എൻ്റെ കൂടെ വേണമെന്നൊരു തോന്നൽ. താൻ ആലോചിച്ച് പതിയെ ഉത്തരം തന്നാൽ മതി. അത് പറഞ്ഞ് ദേവ അകലേക്ക് നോക്കിയിരുന്നു. എനിക്കങ്ങനെ കഴിയില്ല സാർ. ഞാനും തമ്മിൽ ഒരുപാട് അകലുണ്ട്. അതിപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പദവിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ തമ്മിലും നമ്മുടെ കുടുംബങ്ങൾ തമ്മിലും ഒരുപാട് അന്തരമുണ്ട്. അതുകൊണ്ട് രേവതി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ദേവ അവളെ തടഞ്ഞിരുന്നു. ഞാൻ തനിക്കെന്നെ ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. അവിടെ താനും ഞാനും മാത്രമേ ഉള്ളൂ, അല്ലാതെ പണം, പദവി, കുടുംബം ഒന്നുമില്ല. ദേവ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. രേവതിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയായി ദേവ പ്രതീക്ഷയോടെ അവളെ തന്നെ നോക്കിയിരുന്നു. പക്ഷേ രേവതി ഒന്നും മിണ്ടാതെ കുളക്കടവിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു നടക്കാൻ തുടങ്ങി. അതെ,
ഇപ്പോഴും ആ വൈദേഹി മനസ്സിലുണ്ടാ? കുറച്ച് ദൂരെ എത്തിയതും രേവതി തിരിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നോ, നെവർ. ദേവ വേഗം തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളൊന്ന് പറഞ്ഞു നിർത്തി. അങ്ങനെയാണെങ്കിൽ ദേവ പ്രതീക്ഷയോട് ചോദിച്ചു. എനിക്കിഷ്ടമാണ് ഒരുപാട്. അത് പറഞ്ഞ രേവതി ഒരു ചിരിയോടെ കാറിനരികിലേക്ക് ഓടി. ദേവ കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞിരുന്നു. നീ എന്തെങ്ങനെ ഇരിക്കണേ? ലാപ്ടോപ്പിന് മുന്നിൽ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന പാർവണിയെ നോക്കി അവളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റൊരു സ്റ്റാഫായ സോഫി ചോദിച്ചു. എൻ്റെ പൊന്നു സോഫി, അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. ആ ശിവ സാറ് കണ്ട ഫയൽസ് മൊത്തം എന്നോട് നോക്കി ക്ലിയർ ചെയ്യാൻ, മെയിൽ ചെയ്യാൻ. ഇതൊക്കെ എപ്പോൾ കഴിയാനെന്തോ? ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറഞ്ഞ് ഞാൻ വല്ല മെഷീനാണാ? നീ സാറിനോട് നേരിട്ട് ചെന്ന് പറ, ഇത്രയും ഫയൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. നന്നായി. എന്നാൽ അയാളുടെ വായിലിരിക്കണ കേൾക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇത് വേഗം ചെയ്തു തീർക്കണയാ. അത് പറഞ്ഞ പാർവണ വീണ്ടും ലാപ്ടോപ്പിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. നാളെ എന്താ പരിപാടി? അവൾ പാർവണിയെ വീണ്ടും തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. നാളെ എന്ത് പരിപാടി? ഓഫീസിൽ വരണം, ജോലി ചെയ്യണം, വീട്ടിലേക്ക് പോകണം. അവളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എടി, നാളെ ഓഫീസില്ല. അതാ ഞാൻ ചോദിച്ചത്, നാളെ എന്താ പരിപാടിയെന്ന്. നാളെ ഓഫീസില്ലേ? അതെന്തല്ലാത്തേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് 3 കൊല്ലമായി. സെപ്റ്റംബർ 17 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കമ്പനി ഓഫായിരിക്കും. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് ലീവായിരിക്കും എന്ന് മാത്രം അറിയാം. എന്നാലും അതെന്തങ്ങനെ? പാർവണ സംശയത്തോടെ ചെയറിലേക്ക് ചാരിയിരുന്നു. ആ, ഇനി അതാലോചിച്ചുള്ള സമയം കൂടെ കളയാൻ നിൽക്കണ്ട, വേഗം വർക്ക് ചെയ്ത് തീർക്കാൻ നോക്കുക. സോഫി അത് പറഞ്ഞതും പാർവണ വേഗം നിർത്തിവെച്ച വർക്ക് വീണ്ടും ചെയ്യാൻ തുടങ്ങി. നാളെ ഓഫീസില്ല എന്നറിഞ്ഞത് കൊണ്ട് അവൾക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടി. തിരിച്ചുള്ള യാത്രയിൽ രേവതിയും ദേവയ്ക്കിടയിൽ ഒരു മൗനം തളം കെട്ടി നിന്നു. എടോ, ഞാൻ അമ്മയോട് തൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ പറയട്ടെ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് ദേവ ചോദിച്ചു. അച്ഛനോട് സംസാരിക്കണം, പക്ഷേ ഇപ്പം വേണ്ട. അതെന്താ അങ്ങനെ? അത് പിന്നെ തുമ്പി, അവൾ എനിക്ക് ഇമ്പോർട്ടൻ്റാണ്. അവളുടെ ലൈഫ് കൂടെ ഒന്ന് സെറ്റിലായിട്ട് മാത്രം നമ്മുടെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ഈ കാര്യം തുമ്പി എന്തായാലും അറിയണ്ട. അവളറിഞ്ഞാൽ ഈ കല്യാണം നടത്താൻ മുന്നിൽ നിൽക്കുന്ന അവളായിരിക്കും. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെടും. അതെനിക്ക് സഹിക്കില്ല. അതിൽ നിന്ന് തന്നെ രേവതിയും പാർവണിയും തമ്മിലുള്ള അടുപ്പം എത്രത്തോളം ഉണ്ടെന്ന് ദേവയ്ക്ക് മനസ്സിലായിരുന്നു. ഓഫീസിലെത്തിയതും രേവതി വേഗം അകത്തേക്ക് നടന്നു. ദേവ നേരെ പോയത് ശിവയുടെ ക്യാബിനിലേക്കാണ്. അവിടെ നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ ശിവയും ഹാപ്പിയായി. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്ന വഴി പാർവണ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും രേവതി ഈ ലോകത്തൊന്നും ആയിരുന്നില്ല. ദേവസാറിൻ്റെ കാര്യം തുമ്പിയോട് പറയണോ? അല്ലെങ്കിൽ വേണ്ട, പറയണ്ട അല്ലേ? എന്താ ഇപ്പം എങ്ങനെ ഞാൻ ചെയ്യണ്ടേ? അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. നീ എന്താടി ഇങ്ങനെ ആലോചിച്ച് നടക്കണേ? അവളുടെ നടപ്പും ഭാവവും എല്ലാം കണ്ട് പാർവണ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാനിന്ന് ഓഫീസിലെ ഒരു വർക്കിൻ്റെ കാര്യം ആലോചിച്ചതാ. അവൾ ഓരോന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. തെറ്റുകളുണ്ടാവും, തിരുത്തി വായിക്കുന്നത് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ രേവതിയെയും ദേവിയും ഒന്നിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാലനെയും പാർവണിയെയും ഒന്നിക്കാനുള്ളത്. നമുക്ക് വേഗം തന്നെ ഒന്നിപ്പിക്കാം കേട്ടോ. പക്ഷെ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.